2025 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ ഹൊറർ ത്രില്ലർ മൂവിയാണ് ദ വുമൺ ഇൻ ദ യാർഡ്. രാവിലെ ഉറക്കമെഴുന്നേറ്റ് മുറ്റത്തേക്ക് നോക്കുമ്പോൾ ദേ ഇതുപോലൊരു സ്ത്രീ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ ഇരുന്നുള്ള അവസ്ഥ എന്തായിരിക്കും? അതും ശരീരം മുഴുവനും കറുത്ത വസ്ത്രം കൊണ്ട് മൂടിയിട്ട്. ഇതേപോലെ നമ്മുടെ നായികയുടെ വീടിന്റെ മുന്നിലും ഒരു സ്ത്രീ വന്നിരിക്കുകയാണ്. ശരീരം മുഴുവനും കറുത്ത വസ്ത്രമിട്ട് മൂടിയ ഒരു സ്ത്രീ. പുറത്തേക്ക് വന്ന് സംസാരിച്ച് നോക്കിയിട്ട് പോലും അവരൊന്നും മിണ്ടുന്നത് കൂടിയില്ല. മാത്രമല്ല അവരെ പേടിപ്പിക്കാൻ വേണ്ടി അവരുടെ വീടിന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആരായിരിക്കും ആ സ്ത്രീ? ഇവരെ എന്ത് ചെയ്യാനായിരിക്കും അവരുടെ ഉദ്ദേശം? അതൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായികയാണ് കാണിക്കുന്നത്. അവളുടെ പേര് റൊമാന. ഇപ്പോ തന്റെ മരിച്ചുപോയ ഹസ്ബൻഡിന്റെ ഒരു വീഡിയോ കാണുകയായിരുന്നു അവൾ. ഞാൻ മനോഹരമായൊരു സ്വപ്നം കണ്ടു. നമ്മുടെ വീടിന്റെ പണിയെല്ലാം പൂർത്തിയായി. വീടിന്റെ വെളിയിലായിട്ട് നല്ലൊരു ഫാം. വീടിന്റെ മുന്നില് നിനക്ക് ഇഷ്ടമുള്ള പൂക്കൾ. ഞാനും നീയും നമ്മുടെ മക്കളുമായിട്ട് സന്തോഷമായൊരു ജീവിതം. വീണ്ടും വീണ്ടും ആ വീഡിയോ തന്നെ റിപ്പീറ്റ് അടിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൾ. കുറച്ച് നാള് മാത്രമേ ആയിട്ടുള്ളൂ അവളുടെ ഹസ്ബൻഡ് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടിട്ട്. ഇതുവരെ അവൾ അതിൽ നിന്ന് റിക്കവർ ആയിട്ടുമില്ല. ഒരു ഡിപ്രഷൻ സ്റ്റേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. റൊമാന ആ വീഡിയോയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുമ്പോഴാണ് അവളുടെ മൂത്ത മകനായ ടൈലർ റൂമിലേക്ക് വരുന്നത്. അമ്മ എന്താ പറ്റിയെന്നറിയില്ല, പെട്ടെന്ന് കറണ്ട് പോയി, വേഗം അവരുടെ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു പറ. ശരി ഞാൻ വിളിക്കാം, ഇപ്പൊ നീ പോകാൻ നോക്ക്. അങ്ങനെ അവൻ റൂമിൽ നിന്ന് പോയതും അവൾ പതിയെ എഴുന്നേൽക്കാൻ നോക്കുന്നു. അന്ന് നടന്ന ആക്സിഡന്റില് അവളുടെ വലതുകാലിന് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിരുന്നു. അതുകൊണ്ട് എഴുന്നേൽക്കാനും നടക്കാനും ഒക്കെ നല്ല പണിയാണ്. ദൈവമേ എനിക്ക് ശക്തി തരണേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. റെമോണയ്ക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകൻ ടൈലർ, ഇളയ മകളുടെ പേര് ആനി. അമ്മയ്ക്ക് വയ്യാത്തത് കാരണം ഇപ്പോൾ ടൈലറാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കോഴികൾക്ക് തീറ്റ കൊടുക്കുന്നതായാലും പട്ടികളുടെ കാര്യമായാലും പാചകമായാലും എല്ലാം. ഇപ്പോ ഡോഗിനുള്ള ഫുഡ് കൊടുക്കാൻ നോക്കിയപ്പോഴാണ് അത് തീർന്നു. അത് കാരണം ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഏതൊരു ഫുഡാണ് അതിന് കൊടുത്തതും. പിന്നീട് ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഗ്യാസ് ഓൺ ചെയ്യാൻ നോക്കിയപ്പോഴാണ് തീപ്പെട്ടി കാലി. അപ്പോ തന്നെ മച്ചിന്റെ പുറത്തേക്ക് കയറി അവന്റെ അച്ഛന്റെ പഴയ സാധനങ്ങൾ വെച്ചിരിക്കുന്ന പെട്ടിയിൽ നിന്നും ഒരു ലൈറ്റർ എടുക്കുന്നു. കൂടെ തന്നെ അച്ഛന്റെ പഴയൊരു കോഫി കപ്പ് എടുക്കുന്നുണ്ട്. ഇതേ സമയം റൊമാന നോക്കുമ്പോൾ അവളുടെ ഫോണിലാണെങ്കിൽ ഒട്ടും ചാർജ് ഉണ്ടായിരുന്നില്ല. ചാർജ് ചെയ്യാനാണെങ്കിൽ കറണ്ടും ഇല്ലല്ലോ. ഒരു വിധത്തില് ആ വയ്യാത്ത കാലം വെച്ച് സ്റ്റെപ്പ് മുഴുവൻ ഇറങ്ങി കിച്ചണിലേക്ക് വരുന്നു. അപ്പോഴാണ് ആനി ഒരു കത്തി വെച്ച് ചീസ് കട്ട് ചെയ്യാൻ നോക്കുന്നത് അവൾ കാണുന്നത്. റെമോണ അപ്പോൾ തന്നെ വേഗത്തിൽ ചെന്ന് ആ കത്തി പിടിച്ചങ്ങ് മേടിക്കുന്നു. ടൈലർ നിനക്ക് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൂടെ? അവളുടെ കൈ മുറിഞ്ഞിരുന്നെങ്കിലോ? എന്നാൽ അവനാണെങ്കിൽ അത് ശ്രദ്ധിച്ചത് കൂടിയില്ല. പകരം ഉണ്ടാക്കിയ ഫുഡ് കൊണ്ടുവന്ന് ടേബിൾ വെക്കുന്നു. കറണ്ട് ഇതുവരെ വന്നില്ലല്ലോ. അമ്മ അവര് വിളിച്ചില്ലേ? ഇല്ല ഞാൻ വിളിച്ചില്ല. അതെന്താ വിളിക്കാഞ്ഞത്? എത്ര നേരമായെന്നറിയോ കറണ്ട് പോയിട്ട്? നീ ഒന്ന് സമാധാനപ്പെട്. കുറച്ചു നേരത്തേക്ക് നിനക്ക് വീഡിയോ ഗെയിം കളിക്കാതിരിക്കാൻ പറ്റില്ലേ? ശരി, അപ്പൊ ഫ്രിഡ്ജിലുള്ള ഫുഡോ? അത് ചീത്തയാകില്ലേ? ഫ്രിഡ്ജ് എപ്പോഴും ചെന്ന് തുറക്കാതിരുന്നാ മതി. അതിലുള്ള തണുപ്പ് കുറെ സമയത്തേക്ക് അങ്ങനെ തന്നെ നിൽക്കും. അതും പറഞ്ഞ് അവൾ കഴിക്കാൻ തുടങ്ങി. പക്ഷേ ആ ഫുഡിന്റെ ടേസ്റ്റ് അവൾക്ക് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല. നീ എന്തോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഉള്ളത് കൊണ്ടല്ലേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റൂ. സാധനങ്ങളെല്ലാം തീർന്നു. അവനത് പറഞ്ഞതും അവരുടെ ഡോഗ് ഒമിറ്റ് ചെയ്തത് ഒരുമിച്ചായിരുന്നു. ടൈലർ ഇവനെന്താ ഒമിറ്റ് ചെയ്യുന്നത്? നീ എന്തോ അവന് കഴിക്കാൻ കൊടുത്തത്? ഞാൻ പറഞ്ഞില്ലേ സാധനങ്ങളൊക്കെ തീർന്നെന്ന്. ഡോഗ് ഫുഡും തീർന്നു, അതുകൊണ്ട് വേറെ ഫുഡ് അവന് കഴിക്കാൻ കൊടുത്തത്. ടൈലർ അത് പറഞ്ഞതും റമോണയ്ക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നു. അവരുടെ സാധനങ്ങളെല്ലാം കുറേശ്ശെ തീർന്നു വരികയാണ്. ശരി ഞാൻ തീർന്നതൊക്കെ ലിസ്റ്റ് ചെയ്യാം, നീ അവനെ കൊണ്ട് ചെന്ന് പുറത്ത് കിട്ട്. അങ്ങനെ അമ്മ പറഞ്ഞതുപോലെ ടൈലർ ഡോഗിനെ കൊണ്ടുപോയി പുറത്ത് കിട്ടുന്നു. ഈ സമയം റമോണയാണെങ്കിൽ തനിക്ക് വേണ്ട ലെറ്റർ എല്ലാം പൊട്ടിച്ചു നോക്കാൻ തുടങ്ങി. ഇപ്പോ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടിയല്ലേ അവൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് അവളെ സമാധാനപ്പെടുത്തിക്കൊണ്ട് കുറെ ലെറ്ററുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ചില കാര്യങ്ങൾക്ക് ഓർമ്മ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ അന്ന് ആക്സിഡന്റ് നടന്നില്ലേ, അതിപ്പോൾ കൺമുന്നിൽ നടക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നു. അമ്മ ഏതോ ഒരു ലേഡി നമ്മുടെ യാർഡിൽ ഇരിക്കുന്നു, അതും നമ്മുടെ വീട്ടിലേക്ക് നോക്കിയിരിക്കുന്നത്. എന്താ ഒരു ലേഡിയോ? വിശ്വാസം വരാതെ റമോണ വേഗം ചെന്ന് വിൻഡോ വഴി പുറത്തേക്ക് നോക്കുന്നു. ടൈലർ പറഞ്ഞതുപോലെ വീടിന് മുന്നിലെ യാർഡിലായിട്ട് ഒരു ലേഡി ഇരിപ്പുണ്ട്. അതും ദേഹം മുഴുവനും ഒരു കറുത്ത വസ്ത്രം ഇട്ട് മൂടി ഒരു ചെയറിലിരുന്നു കൊണ്ട് വീട്ടിലേക്ക് നോക്കിയിരിക്കുവാണ്. മുഖമടക്കം കറുത്ത വസ്ത്രം കൊണ്ട് മറച്ചിരിക്കുന്നു. അവൾക്കാകെ കൺഫ്യൂഷനായി. ആരാണ് ഈ ലേഡി? ഇവരെന്തിനാ എങ്ങനെ ഇരിക്കുന്നത്? ആരാ അമ്മ അത്? അവരുടെ ആ ഇരിപ്പ് കണ്ടതും ആനിക്ക് ചെറിയ പേടി തോന്നി തുടങ്ങിയിട്ടുണ്ട്. അറിയില്ല, ചിലപ്പോ അവർക്ക് വഴിതെറ്റിയതായിരിക്കും. എന്നാൽ ടൈലർ ആണെങ്കിൽ തന്റെ അനിയത്തെ ചുമ്മാതെ പേടിപ്പിക്കാൻ തുടങ്ങി. ചിലപ്പോ അവര് മരിച്ചതാണെങ്കിലോ? അത് അവരുടെ പ്രേതമായിരിക്കും. അവനത് പറഞ്ഞതും ആനി പേടിക്കാൻ തുടങ്ങി. ടൈലർ അവളെ വെറുതെ പേടിപ്പിക്കാതെ നീ ഇവിടെ നാനിയെ നോക്ക്, ഞാൻ പോയിട്ട് അവരാരാണെന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെ റെമോണ പതിയെ വയ്യാത്ത കാലം വെച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. അവരുടെ ഡോഗ് ആണെങ്കിൽ ആ സ്ത്രീയെ കണ്ട് വല്ലാതെ അഗ്രസീവായിട്ട് കുരയ്ക്കുകയാണ്. ഹലോ മാം, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ? ഹലോ. റെമോണ എന്തൊക്കെ ചോദിച്ചിട്ടും ആ സ്ത്രീക്ക് ഒരു കുലുക്കോ ഇല്ല. അവരുടെ ആ ഇരുത്തോ രൂപമൊക്കെ കണ്ടിട്ട് ടൈലറിന്റെ മാനിക്കും നല്ലതുപോലെ പേടി തോന്നുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താ ചെവി കേൾക്കാൻ പാടില്ലേ? പറഞ്ഞുകൊണ്ട് റെമോണ കുറച്ചുകൂടി ആ സ്ത്രീക്ക് അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോഴാണ് ആ സ്ത്രീ എന്തോ പറയുന്നതായിട്ട് റെമോണ
ശ്രദ്ധിക്കുന്നത്. ഞാൻ എങ്ങനെ ഇവിടെ വന്നത്? എനിക്കറിയില്ല. ശരിക്കും ഞാനല്ലേ അത് നിങ്ങളോട് ചോദിക്കേണ്ടത്. നിന്റെ പേരെന്താ? എന്റെ പേര് റമോണ. നിങ്ങളുടെയോ? റമോണ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ നിന്റെ ഹസ്ബൻഡ്? ഇത് നിന്റെ വീട് തന്നെയാണോ? ചോദ്യങ്ങൾക്ക് മേലെ ചോദ്യം വന്നതും അവൾക്ക് എന്തൊരു പ്രശ്നമുള്ളതുപോലെ തോന്നി. ഇത് നോക്ക്, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ ഹസ്ബൻഡ് വരാറായി. അതിനു മുന്നേ ഇവിടുന്ന് പോകാൻ നോക്ക്. നിന്റെ ഹസ്ബൻഡ് ഒരിക്കലും വരാൻ പോകുന്നില്ല. പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ വീടിന്റെ സൈഡിലേക്ക് നോക്കുന്നു. അന്ന് ആക്സിഡന്റിൽപ്പെട്ട അവരുടെ കാറ് കിടക്കുന്നത് അവിടെയായിരുന്നു. നിനക്ക് നല്ല ഭാഗ്യമുണ്ട്. പക്ഷേ നിന്റെ ഭർത്താവിന് ആ ഭാഗ്യമില്ലാതായി പോയി. ഇവരിങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയതും റമോണയ്ക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. തങ്ങളെ പറ്റി എല്ലാം അറിയുന്നത് പോലെയല്ലേ അവരുടെ സംസാരം. മാം, നിങ്ങൾ എന്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോണം, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. അല്പം ദേഷ്യത്തിൽ തന്നെയായിരുന്നു അവൾ അത് പറഞ്ഞത്. ഇന്നാണ് ആ ദിവസം റമോണ. നീ വിളിച്ചു, ഞാൻ വന്നു. പറഞ്ഞുകൊണ്ട് അവർ തന്റെ 2 കൈയും നിവർത്തി കാണിച്ചു. അതിൽ നിറയെ രക്തമായിരുന്നു. ആ കാഴ്ച കണ്ടതും അവൾ ശരിക്കും ഞെട്ടിപ്പോയി. പണിയാണെന്ന് മനസ്സിലായതും അവൾ വേഗം തിരിഞ്ഞോടുന്നു. അപ്പോഴാണ് കൂട്ടിൽ കിടന്നിരുന്ന കോഴികൾ മുഴുവനും ചത്തു കിടക്കുന്ന അവൾ കാണുന്നത്. വീടിന്റെ ഉള്ളിലേക്ക് പോകാതെ റമോണ നേരെ പോയത് കാർ ഷെഡിലേക്കാണ്. അവിടെ ചെന്ന് കാറിലേക്ക് കയറിയിട്ട് വേഗം തന്നെ തന്റെ ഫോൺ ചാർജ് ചെയ്യാൻ നോക്കുന്നു. പക്ഷെ ചാർജ് ആകുന്നില്ല. കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് അത് സ്റ്റാർട്ട് ആവുന്നില്ല. പട്ടിയാണെങ്കിൽ കിടന്ന് കൊരയോട് കൊര. ഇത് കണ്ട ആ ലേഡി പട്ടിയുടെ നേർക്ക് തന്റെ കൈ ഇങ്ങനെ നിവർത്തി കാണിച്ചതും അവരുടെ കൈയുടെ നിഴല് ആ പട്ടിയുടെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുന്നുണ്ട്. എന്നാൽ ഇതേ സമയം ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ടൈലറിനാണെങ്കിൽ അവന്റെ അമ്മ എന്താണ് കാണിക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അതിന്റെ കൂടെ ആ സ്ത്രീയുടെ ഇരുത്തവും നോട്ടവും. എന്തോ പ്രശ്നമുണ്ടെന്ന് അവന് മനസ്സിലായി. അവർ അത്രയ്ക്കായോ? കാണിച്ചു തരുന്നുണ്ട് ഞാൻ. ദേഷ്യത്തോടെ അവൻ പുറത്തേക്ക് പോകാനായിട്ട് ചെന്നതും റമോണ അകത്തേക്ക് വന്നത് ഒരുമിച്ചായിരുന്നു. നീ എവിടെ പോവാ? അകത്ത് കയറ്. അതും പറഞ്ഞ് വെപ്രാളത്തോടെ അവിടെയുള്ള ജനലുകളും വാതിലുകളും എല്ലാം പിടിച്ചടയ്ക്കുന്നു. അമ്മ, എന്തു പറ്റി? അമ്മ എന്തിനാ കാറിന്റെ അടുത്തേക്ക് പോയത്? അത് ഞാൻ ടോർച്ച് ലൈറ്റ് എടുക്കാൻ പോയതാ. ഇതുവരെ കറണ്ട് വന്നില്ലല്ലോ. ചിലപ്പോ ആവശ്യം വരും. ഏതാ ലേഡി? അവരെന്താ പറഞ്ഞത്? അത് പിന്നെ അവര് വഴിതെറ്റി വന്നതാ. എനിക്ക് തോന്നുന്നത് അവരൊരു നഴ്സാണെന്നാ. നഴ്സോ? ആ അതെ. അവരെന്തോ മെഡിറ്റേഷൻ എടുക്കുവാന്ന് തോന്നുന്നു. അതാ അവിടെ വന്നിരിക്കുന്നത്. പിന്നെ അവർക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ എന്തിനാ അമ്മ അവരങ്ങനെ ഡ്രസ് ചെയ്തേക്കുന്നത്? അതൊന്നും അമ്മയ്ക്ക് അറിയില്ല. വെറുതെ എന്തിനാ അവരെ പറ്റി സംസാരിക്കുന്നത്? മോൾക്കമ്മ ഐസ്ക്രീം തരാം വാ. ഐസ്ക്രീം എന്ന് കേട്ടതും ആനി ഒടുക്കത്തെ ഹാപ്പി. പക്ഷേ ടൈലറിന് മാത്രം റമോണ പറഞ്ഞതൊന്നും അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. മാത്രമല്ല ആ ലേഡിയെ കണ്ടാൽ തന്നെ അറിയില്ല എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അമ്മ, ഞാൻ പോയി അച്ഛന്റെ തോക്കെടുത്തോണ്ട് വരട്ടെ. ചിലപ്പോ ആവശ്യം വന്നാലോ? മര്യാദയ്ക്ക് അകത്ത് കയറിപ്പോടാ. നീ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോരുത്. എന്നാൽ റമോണ ദേഷ്യപ്പെട്ടതും ടൈലറിന് വാശിയായി. ഇല്ല, ഞാൻ പോകില്ല. ടൈലർ അങ്ങനെ പറഞ്ഞതും റമോണ ദേഷ്യത്തിന് ടേബിളിന്റെ പുറത്തുണ്ടായിരുന്ന അവരുടെ ഹസ്ബൻഡിന്റെ കോഫി കപ്പ് എടുത്ത് താഴേക്ക് ഒരു ഒറ്റയേറ്. അതോടെ അവൻ ദേഷ്യത്തോടെ തന്റെ റൂമിലേക്ക് കയറി പോകുന്നു. ശേഷം വിൻഡോയുടെ അടുത്തേക്ക് വന്ന ഒരു കസേര വലിച്ചിട്ട് വാശിയോടെ ആ ലേഡിയെ തന്നെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ തുടങ്ങി. അല്പനേരം കഴിഞ്ഞ് ദേഷ്യമെല്ലാം മാറിയതും റമോണ ടൈലറിന്റെ അടുത്തേക്ക് വരുന്നു. എല്ലാ ഡോറും ക്ലോസ് ചെയ്തേക്കുമല്ലേ? പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? മോൻ വിചാരിക്കുന്നത് പോലൊന്നുമല്ല. അവർക്ക് എന്തോ ചെറിയൊരു ഓർമ്മക്കുറവ്. അതാ അവിടെ അങ്ങനെ വന്നിരിക്കുന്നത്. കുറച്ചു നേരം കഴിയുമ്പോൾ അവർ പോയിക്കോളും. അങ്ങനെ ഒരു പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആനി അവരുടെ അടുത്തേക്ക് വരുന്നത്. അമ്മ, ദേ ആ ലേഡി കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. ടൈലറും റമോണയും വന്ന് നോക്കുമ്പോൾ ശരിയാണ്, നേരത്തെ ഇരുന്ന സ്ഥലത്ത് നിന്നും കുറച്ചും കൂടെ മുന്നിലേക്കാണ് അവർ വന്നിരിക്കുന്നത്. ഇതേ സമയം ആ ലേഡിയെ കാണിക്കുകയാണെങ്കിലോ അവരുടെ നിഴൽ ഇങ്ങനെ നീണ്ട് അടുത്തുള്ള കാറിന്റെ അടുത്തേക്കാണ് വരുന്നത്. അതിനനുസരിച്ച് ആ കാർ ഇങ്ങനെ താഴേക്ക് പതുങ്ങി പോകുന്നുണ്ട്. അങ്ങനെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ലേഡിയാണെങ്കിൽ ഇപ്പോഴും അതേ ഇരുത്തം തന്നെ. റമോണ തന്റെ കാലിലെ മുറിവൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നു. ആനിയാണെങ്കിൽ ഒരു പേപ്പറിൽ എന്തൊക്കെ എഴുതി നോക്കുകയാണ്. ടൈലർ ഇരുന്നിരുന്നങ്ങ് ഉറങ്ങിപ്പോയി. റമോണ പുറത്തേക്ക് നോക്കുമ്പോൾ ആ ലേഡി ഇതുവരെ പോയിട്ടില്ല. അപ്പോഴാണ് പട്ടിയുടെ കൊര കേൾക്കുന്നില്ലല്ലോ എന്നവൾ ശ്രദ്ധിക്കുന്നത്. സംശയം തോന്നിയതും അവൾ പുറത്തേക്ക് ചെന്ന് നോക്കുന്നു. നോക്കിയപ്പോഴോ പട്ടിയെ കെട്ടിയിരുന്ന ചങ്ങലയുടെ പകുതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ഉറക്ക പട്ടിയുടെ പേര് വിളിച്ചു നോക്കുന്നുണ്ടെങ്കിൽ റെസ്പോണ്ട് ഇല്ല. കുറച്ചും കൂടി അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് പട്ടിയെ കെട്ടിയിരുന്ന ചങ്ങലയില്ലേ അതിന്റെ പകുതി മണ്ണിനടിയിലേക്ക് പൂഴ്ന്നു പോയിരിക്കുന്ന അവൾ കാണുന്നത്. എന്ന് വെച്ചാൽ ഇവരുടെ പട്ടിയെ ഇപ്പോൾ മണ്ണിനടിയിലാക്കിയിരിക്കുകയാണ്. അതും ആ ലേഡിയുടെ പണിയാണെന്ന് അവൾക്ക് മനസ്സിലായി. റമോണ ശരിക്കും പേടിച്ചു പോയി. പിന്നെ ഒരു നിമിഷം പോലും നിൽക്കാതെ അവൾ വേഗം വീടിനുള്ളിലേക്ക് പോകുന്നു. ഇവിടെ ഇതേ സമയം ഉറക്കത്തിലായിരുന്ന ടൈലർ ഞെട്ടിയെണീറ്റ് ആദ്യം നോക്കുന്നത് ആ ലേഡി പോയെന്നാണ്. എന്നാൽ അവരിപ്പോഴും അവിടെ തന്നെ ഉണ്ട്. റമോണയാണെങ്കിൽ ഇത്തവണ സേഫ്റ്റിക്കായിട്ട് കയ്യിലൊരു കത്തിയും കരുതിയിട്ടുണ്ട്. അമ്മ, നമുക്ക് അയൽക്കാരോട് സഹായം ചോദിച്ചാലോ? കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് നമുക്ക് പോലീസിനെ വിളിക്കാം. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലെന്ന് നിനക്കറിയില്ലേ? പക്ഷേ എനിക്ക് ഡ്രൈവ് ചെയ്യാലോ. പപ്പ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. നിനക്ക് അതിനുള്ള പ്രായമായിട്ടില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കുക പോലും വേണ്ട. ശരിയാതെ വിട്. കുറച്ച് ദൂരം മാറി ഒരു ഫാം ഇല്ലേ, അവിടേക്ക് ഞാൻ നടന്നു പോകാം. എന്നിട്ട് ഫോൺ ചെയ്ത് ആരോടെങ്കിലും സഹായം ചോദിച്ചാലോ? നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നീ എവിടെയും പോകുന്നില്ല. അതും കൂടി ആയപ്പോഴേക്കും ടൈലറിന് നല്ല ദേഷ്യം വരുന്നു. തന്റെ ടെൻഷൻ മാറ്റാനായിട്ട് അവൻ തന്റെ കയ്യിലിരുന്ന ബാള് ഭിത്തിയിലേക്ക് ഇങ്ങനെ എറിഞ്ഞു കളിക്കാൻ തുടങ്ങി. എന്നാൽ ആ പന്തിന്റെ ശബ്ദം കേട്ടത് റമോണയ്ക്ക് നല്ല ഇറിറ്റേഷൻ തോന്നുന്നു. അവൾ എഴുന്നേറ്റ് വന്ന് ആ പന്ത് പിടിച്ചങ്ങ് മേടിക്കുന്നു. ശേഷം അതെടുത്ത് വിൻഡോ വഴി പുറത്തേക്ക് ഒരു ഒറ്റയേറ്. എന്നിട്ട് അവൾക്ക് ദേഷ്യം തീരുന്നുണ്ടായിരുന്നില്ല. ആനി എഴുതിക്കൊണ്ടിരുന്നത് എന്തോ തെറ്റിച്ചതും ദേഷ്യം മുഴുവനും ആ കൊച്ചിനോട് ചാടിയങ്ങ് തീർക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് എല്ലാം ഒന്ന് തണുത്തപ്പോഴാണ്
കേട്ടപ്പോഴാണ് താൻ പറഞ്ഞതിൽ അല്പം കൂടിപ്പോയി നമുക്ക് തോന്നിയത്. സോറി മോളെ, അമ്മ വല്ലാതെ അപ്സെറ്റ് ആയി പോയി, അതുകൊണ്ടാ. ആനിയോട് ക്ഷമയും പറഞ്ഞ് റമോണ അവളെ കെട്ടിപ്പിടിക്കുന്നു. ഇതേ സമയം തന്നെ ഇവരുടെ ഓപ്പോസിറ്റ് ആയിരിക്കുന്ന കണ്ണാടിയിൽ ഇവരുടെ റിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. അതിൽ റമോണ കയ്യിലിരിക്കുന്ന കത്തി വെച്ച് ആനി ഒരൊറ്റ കുത്ത്. ശരിക്കും പറഞ്ഞാൽ തലങ്ങണയിലാണ് അവൾ കുത്തിയത്. കാരണം ആനിയാണെന്ന് കരുതി അവൾ കെട്ടിപ്പിടിച്ചത് ഒരു തലങ്ങണയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം കണ്ട് ടൈലർ ഒന്ന് ഞെട്ടിപ്പോയി. എന്നാൽ പെട്ടെന്നാണ് ആനിയുടെ നിലവിളി കേൾക്കുന്നത്. രണ്ടുപേരും കൂടി ഓടിച്ചത് നോക്കിയപ്പോഴോ എന്തേലോ കൊണ്ടുകയറി അവളുടെ കാല് മുറിഞ്ഞതായിരുന്നു. സൂക്ഷിക്കണമെന്ന് പറഞ്ഞതല്ലേ മോളെ, വാ അമ്മ ബാൻഡേഡ് ഒട്ടിച്ചു തരാം. അതും പറഞ്ഞ് റമോൺ ആനിയെ കൊണ്ട് മുകളിലേക്ക് പോകുന്നു. ഈ സമയം കൊണ്ട് ടൈലർ പുറത്തേക്ക് നോക്കിയപ്പോഴോ ആ ലേഡി നേരത്തെ ഇരുന്നതിനേക്കാളും കുറച്ചും കൂടി മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇനി വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, അതും വിചാരിച്ച് കയ്യിലൊരു കമ്പി എടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നു. അവൻ അങ്ങനെ പോകുമ്പോഴാണ് വീടിന്റെ സൈഡിലായിട്ട് ഒരു പെയിന്റിംഗ് വരച്ചു വെച്ചിരിക്കുന്നത് കാണിക്കുന്നത്. അത് റമോണ വരച്ചതായിരുന്നു. അതും ഒരു ലേഡിയുടെ ഫോട്ടോയാണ് വരച്ചിരിക്കുന്നത്. പുറത്തിരിക്കുന്ന ലേഡി തന്റെ ശരീരം മുഴുവനും ഒരു കറുത്ത വസ്ത്രം കൊണ്ട് മൂടിയിരിക്കുമല്ലേ. ഈ പെയിന്റിംഗിലും അവൾ അതുപോലെ തന്നെയാണ് വരച്ചു വെച്ചേക്കുന്നതും. ടൈലർ ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയതും തന്റെ നായയാണ് തേടി നോക്കുന്നത്. പക്ഷേ പട്ടി അവിടെ കാണുന്നില്ല. അപ്പോഴാണ് കൂട്ടിൽ ചത്തുകിടക്കുന്ന കോഴികളെ അവൻ കാണുന്നത്. അവൻ ശരിക്കും പേടിച്ചു പോയി. അവൻ നേരെ കാറ് കിടക്കുന്ന ഷെഡിലേക്കാണ് ഓടുന്നത്. അവര് വരുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കി പേടിയോട് ചെന്ന് ജീപ്പിലേക്ക് കയറുന്നു. കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് അത് സ്റ്റാർട്ട് ആവുന്നില്ല. വീണ്ടും അവൻ തലയുയർത്തി ആ ലേഡിയെ നോക്കുന്നു. അവൻ ഞെട്ടിപ്പോയി. കാരണം ആ ലേഡി അതിനകത്തില്ലായിരുന്നു. അതിന്റെ കൂടെ ഇവനിരിക്കുന്ന ഷെഡിന്റെ പുറത്തായിട്ട് ആരോ നടന്നു വരുന്നത് പോലെയുള്ള ശബ്ദവും. ആരായാലും പേടിക്കില്ലേ. ചെക്കൻ കീല വിറയ്ക്കാൻ തുടങ്ങി. പക്ഷേ പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. കാറിൽ നിന്നും ഇറങ്ങി അവൻ വിൻഡോ വഴി പുറത്തേക്ക് നോക്കുന്നു. ആക്സിഡന്റ് ആയ കാർ കിടക്കുന്നത് പുറത്തല്ലേ. ടൈലർ നോക്കുമ്പോൾ കാറിന്റെ പുറത്തായിട്ട് ഒരു വലിയ നിഴല് വരുന്നതായിട്ടാണ് കാണുന്നത്. ആ നിഴല് വന്ന് കാറ് മൂടിയിരുന്ന ഷീറ്റ് വലിച്ചങ്ങ് മാറ്റുന്നു. പേടിച്ചു പോയവൻ തിരിഞ്ഞോടാൻ നോക്കിയതും ദേ അവിടെയുള്ള കണ്ണാടിയിലായിട്ട് ആ ലേഡിയുടെ നിഴല് പോലെ എന്തോന്ന്. പക്ഷേ തിരിഞ്ഞു നോക്കിയിട്ടാണെങ്കിൽ അവിടെ ആരും കാണുന്നില്ല താനും. എന്നാൽ അപ്പോഴാണ് പുറത്തു നിന്നാരോ അകത്തേക്ക് നടന്നു വരുന്നത് പോലെ ഒരു നിഴൽ അവൻ കാണുന്നത്. പേടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലെന്ന് അവന് മനസ്സിലായി. അതും വിചാരിച്ച് കയ്യിൽ നിന്ന് കമ്പി വെച്ച് അവൻ അടിക്കാനായിട്ട് ഓങ്ങിയതും അത് റമോണയായിരുന്നു. ജസ്റ്റ് മിസ്സിലാണ് അടികിട്ടാതെ രക്ഷപ്പെട്ടത്. അകത്തേക്ക് വന്നതും അവൻ റമോണയുടെ കയ്യിൽ നിന്ന് വയറ് നിറച്ച് മേടിച്ചു കൂട്ടുന്നുണ്ട്. നിന്നോട് വീട്ടിന് പുറത്തിറങ്ങില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, അമ്മയല്ലേ പറഞ്ഞത് ഒരു പ്രശ്നമില്ലെന്ന്. പക്ഷെ അങ്ങനല്ല, ഇവിടെ ശരിക്കും പ്രശ്നമുണ്ട്. ഇതേതാ സ്ത്രീ? നമ്മുടെ പട്ടിയെ കാണുന്നില്ല, കോഴികളൊക്കെ ചത്ത് കിടക്കുന്നു, കാറ് സ്റ്റാർട്ട് ആവുന്നില്ല. ഇതിന്റെ അർത്ഥം എന്താ? ടൈലർ, ഞാൻ നിങ്ങൾ സംരക്ഷിക്കാനാണ് നോക്കുന്നത്. എന്നാൽ അതും കൂടി കേട്ടതും അവന് നല്ല ദേഷ്യം വരുന്നു. ആനി മോളെ, ഇനി നമ്മൾ അമ്മയെ വിശ്വസിക്കരുത്. നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാ. അമ്മ ഇപ്പൊ മരുന്നൊക്കെ കഴിച്ചോണ്ടിരിക്കുവല്ലേ, അതിന്റെ ഏതൊക്കെ. എന്നാൽ ഇത് കേട്ടതും ദേഷ്യം എന്ന റമോണ അവന് നേർക്ക് കയ്യിൽ കിട്ടിയതെല്ലാം വാരി വലിച്ചെറിയുന്നു. സോറി, ഞാൻ അപ്പോഴത്തെ ടെൻഷനിൽ അറിയാതെ ചെയ്തു പോയതാ. എന്നാൽ അത് കേൾക്കാതെ ടൈലർ ദേഷ്യത്തോടെ തന്റെ മുറിയിൽ കയറി വാതിലടയ്ക്കുന്നു. അവൻ ഇപ്പോൾ അവന്റെ അച്ഛന്റെ റൂമിലേക്കാണ് വന്നത്. ആ റൂം മുഴുവനും അവൻ അവന്റെ അച്ഛന്റെ തോക്കിന് വേണ്ടി അരിച്ചു പെറുക്കുന്നു. അപ്പോഴാണ് അവിടെ ഒരു സേഫ് ഉള്ളത് ശ്രദ്ധിക്കുന്നത്. ഒരു പക്ഷേ തോക്ക് അതിനകത്തായിരിക്കാം. റമോണ കഥക തുറക്കാനായിട്ട് കിടന്ന് ബഹളം വെക്കുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഈ സമയം ആനി വിൻഡോ വഴി ആ ലേഡിയെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് റൂമിന്റെ മറുവശത്തേക്ക് പോകാൻ നോക്കിയ റമോണ കാല് സ്ലിപ്പായിട്ട് തറയിലേക്ക് വീഴുന്നത്. ശബ്ദം കേട്ടതും ആനി പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ആ ലേഡി കുറച്ചും കൂടി മുന്നോട്ടേക്ക് വന്നത് അവൾ ശ്രദ്ധിച്ചതുമില്ല. ഇവിടെ ഇതേ സമയം തപ്പി ഒടുക്ക ടൈലറിന് തോക്ക് കിട്ടുന്നു. പക്ഷേ അതിലൊരൊറ്റ ബുള്ളറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പുറത്തെ ഡോർ വഴി റമോണ അകത്തേക്ക് കയറി വന്നതും ടൈലർ അവളെ ആ മുറിയിൽ പൂട്ടിയിട്ട് ശേഷം പുറത്തേക്ക് പോകുന്നു. അമ്മയെ തുറന്നു വിടരുത് കേട്ടോ, ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. അതും പറഞ്ഞ് അവൻ ആ തോക്കുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. നിങ്ങൾക്ക് ഞാൻ 10 സെക്കൻഡ് സമയം തരും, അതിനുള്ളിൽ മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോണം. അതും പറഞ്ഞാൽ അവൻ 1 മുതൽ 10 വരെ എണ്ണാൻ തുടങ്ങി. എന്നാൽ അവൻ 5 എണ്ണിയതും ആ ലേഡി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു. ടൈലർ ശരിക്കും പേടിച്ചുപോയി. അവൻ എണ്ണുന്നതിനനുസരിച്ച് ആ ലേഡി ഒരു പേടിയില്ലാതെ മുന്നോട്ടേക്ക് വരികയാണ്. ഞാൻ തമാശ പറയല്ല, സത്യമായിട്ട് ഞാൻ നിങ്ങളെ വെടിവെക്കും. അതും പറഞ്ഞ് അവൻ ട്രിഗർ അമർത്താനായിട്ട് പോയതും ആ ലേഡി തന്റെ തലയിൽ മൂടിയിരുന്ന ഷാൾ എടുത്ത് മാറ്റിയത് ഒരുമിച്ചായിരുന്നു. ഇതേ സമയം റമോണയാണെങ്കിൽ കഥകൾ കിടന്ന് തട്ടലോടെ തട്ടല്. ആനി കൊച്ചുകുട്ടിയല്ലേ, തന്റെ അമ്മ ഇങ്ങനെ കിടന്ന് കരയുന്ന കണ്ടാൽ അവൾക്ക് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ അവൾ ചെന്ന് ഡോർ തുറന്നു കൊടുക്കുന്നു. ഇവിടെ ടൈലർ ആ ലേഡിക്ക് നേരെ തോക്കും ചൂണ്ടി നിൽക്കുകയാണ്. ആ ലേഡി തന്റെ കൈ ഉയർത്തിയതും അവരുടെ നിഴൽ ആ ഭിത്തിയിലേക്ക് വരുന്നു. ആ നിഴല് വളർന്നു വന്ന് ഹാങ് ചെയ്തിരിക്കുന്ന ബെല്ലിന്റെ നിഴലിൽ തട്ടിയതും അത് പെട്ടെന്ന് മണി മുഴക്കി. അവൻ ഞെട്ടിപ്പോയി. നീ നല്ല കൺഫ്യൂഷനിലാണല്ലേ. നിന്റെ അമ്മ നിന്നോട് ഇതുവരെ പറഞ്ഞത് മുഴുവനും കള്ളമായിരുന്നു. അന്ന് നിനക്ക് നിന്റെ അച്ഛനെ നഷ്ടപ്പെട്ട രാത്രിയില്ലേ, അതിനെപ്പറ്റി നിന്റെ അമ്മ പറഞ്ഞത് മുഴുവനും കള്ളമാണ്. അതെല്ലാം കേട്ടതും അവൻ ദേഷ്യത്തോടെ അകത്തേക്ക് വരുന്നു. അമ്മ, നിങ്ങൾ എന്നോട് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നല്ലേ. അന്ന് എന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചത്? മഞ്ഞ് കാരണം റോഡൊന്നും കാണാൻ വയ്യാതെ വണ്ടി എവിടെ കൊണ്ടുവന്ന് ഇടിച്ചതാണെന്നല്ലേ അമ്മ പറഞ്ഞത്. പക്ഷെ അത് സത്യമല്ല. ശരിക്കും അന്ന് എന്താ സംഭവിച്ചത്? ടൈലർ കടുപ്പിച്ച് ചോദിച്ചതും വേറെ വഴിയില്ലാതെ അവളെല്ലാം പറയുന്നു. അന്ന് നടന്നത് എന്താന്ന് വെച്ചാൽ റമോണയും ഹസ്ബൻഡും കൂടി നൈറ്റ് ഒരു ഡിന്നറിന് വേണ്ടി പോയതാണ്. ഡിന്നറെല്ലാം വളരെ നന്നായി തന്നെ നടന്നു. പക്ഷേ വീടിന്റെ കാര്യം സംസാരിച്ചു തുടങ്ങിയതും രണ്ടുപേരും തമ്മിൽ വഴക്കാവാൻ തുടങ്ങി. റമോണയും കുട്ടികളും ഇപ്പോഴുള്ള വീട്ടിലേക്ക് അവർ താമസം മാറി വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവൾക്ക് ആ വീട് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. പക്ഷേ നമ്മുടെ കുട്ടികൾ ഹാപ്പിയല്ലേ? ഞാനും ഹാപ്പിയാണ്. പക്ഷെ ഞാൻ ഹാപ്പിയല്ല. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വലിയ പാടാണ്. പക്ഷേ സിറ്റിയിലായിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടേണ്ടി വരില്ല. നമ്മളിപ്പോ താമസം തുടങ്ങിയതല്ലേ ഉള്ളൂ.
വീണ്ടും ഉടനെ മാറുക എന്നൊക്കെ വെച്ചാൽ അത് ഇച്ചിരി പാടാണ്. എനിക്ക് കുറച്ച് സമയം വേണം. അത്രയും സമയം ഒന്ന് വെയിറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾക്ക് വയ്യെങ്കിൽ ഞാൻ തനിയെ പോയിക്കൊള്ളാം. അയാൾ എന്തൊക്കെ പറഞ്ഞിട്ടും റെമോൺ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. അവസാനം ദേഷ്യത്തോടെ ഡിന്നർ എല്ലാം അവസാനിപ്പിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. സാധാരണ ഹസ്ബൻഡാണ് ഡ്രൈവ് ചെയ്യാറ്. എന്നാൽ ഇത്തവണ റെമോണയായിരുന്നു ഡ്രൈവിംഗ് സീറ്റില്. അയാളോടുള്ള ദേഷ്യത്തിലാണ് അവൾ അന്ന് വണ്ടി ഓടിച്ചതും. നല്ല രീതിയിൽ മഴയും പെയ്യാൻ തുടങ്ങി. വീടിനെ പറ്റി അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. എന്നാൽ പെട്ടെന്ന് മിററിലേക്ക് നോക്കിയതും വണ്ടിയുടെ പിറകിലായിട്ട് ഏതൊരു രൂപം നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നു. അതെന്താണെന്ന് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് തന്നെ കാറിന്റെ കാര്യം അവൾ അധികം ശ്രദ്ധിച്ചില്ലായിരുന്നു. അത് കാരണം ഓപ്പോസിറ്റ് വന്ന ഒരു വണ്ടിയുമായിട്ട് കൂട്ടിയിടിക്കുകയായിരുന്നു. അത് കാരണമാണ് അവളുടെ ഹസ്ബൻഡ് മരിച്ചുപോയതും. തന്റെ ഹസ്ബൻഡ് മരിക്കാൻ കാരണം താനാണെന്നുള്ള കുറ്റബോധത്തിൽ നീറി കഴിയുകയായിരുന്നു ഇത്രയും നാളും. അവൾക്ക് ഡിപ്രഷൻ പോലും വന്നത് അതുകൊണ്ടാണ്. നിങ്ങളുടെ അച്ഛൻ നമുക്ക് വേണ്ടി എപ്പോഴും നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, പക്ഷേ അത് മനസ്സിലാക്കാതെ പോയത് ഞാനാ. ട്രെയിലറിനോട് അതും പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. ഇതേ നേരം സമയം വൈകുന്നേരമായിട്ടുണ്ട്. വെയില് മാറി അടിക്കാൻ തുടങ്ങിയതും ആ ലേഡിയുടെ നിഴലും ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് നേരെ ആ വീടിനകത്തേക്കാണ് വരുന്നതും. നേരത്തെ റെമോൺ ഒരു പന്തെടുത്ത് വെളിയിലേക്ക് എറിഞ്ഞില്ലേ? ആനി നോക്കുമ്പോൾ ആ പന്തതെ വീണ്ടും അകത്ത് വന്ന് കിടക്കുന്നു. മാത്രമല്ല ആ ലേഡിയുടെ നിഴലും ഇപ്പോൾ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. ആ നിഴല് വന്ന് വീടിന്റെ അകത്തുള്ള സാധനങ്ങളുടെ നിഴലെല്ലാം തൊടുന്നതും ആ സാധനങ്ങൾക്കെല്ലാം സ്ഥാനമാറ്റം സംഭവിക്കുന്നു. എന്നാൽ പെട്ടെന്നാണ് ആനി മുകളിലേക്ക് നോക്കിയതും ആ നിഴല് വലിയൊരു ഭീകര രൂപമായിട്ട് വന്ന് അവളെ പിടിക്കാനായിട്ട് വരുന്നത്. പേടിച്ചു പോയതും അവൾ ഒരൊറ്റ നിലവിളി. അപ്പോൾ തന്നെ റെമോണയും ടീലറും അവിടെ പാഞ്ഞു വരുന്നു. എന്നാൽ ആ നിഴലാണെങ്കിൽ വീട്ടിലുണ്ടായിരുന്ന സകല സാധനങ്ങളും നശിപ്പിക്കാൻ തുടങ്ങി. പേടിച്ചു പോയ അവര് വെളിയിലേക്ക് ഓടാൻ നോക്കിയെങ്കിലും ആ നിഴല് വന്ന് ഡോറുകളെല്ലാം അങ്ങ് അടച്ചു കളയുന്നു. മാത്രമല്ല ആ കത്തിയില്ലേ, അത് പറന്ന് അവരുടെ ലക്ഷ്യം നോക്കി വരാൻ തുടങ്ങിയതും ടൈലർ കർട്ടൻ പിടിച്ചിട്ടത് ഒരുമിച്ചായിരുന്നു. അത്രയും ഭാഗം ഇരുട്ടായതും ആ കത്തി അങ്ങ് താഴേക്ക് വീണു. നിഴല് വെച്ചല്ലേ അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ വെട്ടമില്ലെങ്കിൽ നിഴലിന് അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. ഇനി ഇവിടെ നിന്നാൽ പണിയാണെന്ന് മനസ്സിലായതും റെമോണ മക്കളെയും കൊണ്ട് മുകളിലേക്ക് ഓടാൻ തുടങ്ങി. മച്ചിന്റെ മുകളിലേക്ക് പോകുക എന്നതാണ് ലക്ഷ്യം. അങ്ങനെ ഒടുക്കം എല്ലാവരും മച്ചിന്റെ മുകളിലേക്ക് എത്തുന്നു. പക്ഷേ ആ നിഴല് വിടാതെ അവരുടെ പിറകെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ആനിയുടെ കാലിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ നോക്കിയതും അവിടെ ഉണ്ടായിരുന്ന ഒരു പെയിന്റിംഗ് എടുത്ത് ടൈലർ ആ വിൻഡോയും ക്ലോസ് ചെയ്തു. വെട്ടം മറഞ്ഞതും പിന്നെ ആ നിഴലിന് അവിടേക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ എപ്പോ വേണമെങ്കിലും ആ നിഴല് വീണ്ടും വരാം, തങ്ങളെ അറ്റാക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ 3 പേരും പേടിച്ച് വിറച്ചിരിക്കുവാണ്. അങ്ങനെ രാത്രിയായി. ഒന്നാമത്തെ ഇവിടെ കറണ്ട് ഇല്ലല്ലോ. അതിന്റെ കൂടെ താഴെ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങളും, എന്തൊക്കെയോ തട്ടിമറിച്ചിടുന്നത് പോലെയും കഥക് തുറക്കാൻ നോക്കുന്നത് പോലെയും അങ്ങനെ എന്തൊക്കെയോ ശബ്ദങ്ങള്. ഒന്നാമത്തെ പേടിച്ച് വിറച്ചിരിക്കുന്നു. അതിന്റെ കൂടെ ഇപ്പോൾ ദേ ഈ മുറിയിലെയും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. പേടിയോടെ ചുറ്റിനെ നോക്കുന്ന സമയത്താണ് മൂലക്കായിട്ട് എന്തോ ഒരു കറുത്ത രൂപം ഇരിക്കുന്നത് പോലെ. ടൈലർ വേഗം അങ്ങോട്ട് ടോർച്ചടിച്ച് നോക്കുന്നു. നോക്കിയപ്പോഴോ പുറത്തായിട്ട് ആ ലേഡി ഇരുന്നിരുന്ന ചെയറില്ലേ, അത് ദേ ആ മൂലക്കിരിക്കുന്നു. ഇത് കണ്ട അവരുടെ അവസ്ഥ എന്തായിരിക്കും? 3 പേരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ ലേഡി റെമോണയുടെ പുറകിലായിട്ട് വരുന്നത്. ഞെട്ടിപ്പോയത് കാരണം ടൈലറിന്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് ലൈറ്റ് അങ്ങ് തറയിലേക്ക് വീണുപോയി. റെമോണ പെട്ടെന്ന് ഒരു ബാറ്റ് എടുത്ത് ആ ലേഡിയെ അടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവസാനം റെമോണ ഇത് തള്ളിയിടുന്നു. ആനി ഓടി വന്ന് തറയിൽ കിടക്കുന്ന ആ ടോർച്ച് ലൈറ്റ് എടുത്ത് പിടിക്കുന്നു. മുന്നിലേക്ക് വെട്ടമടിച്ചപ്പോഴാണ് ദേ നിൽക്കുന്ന ആ ലേഡി അവരുടെ മുഖത്തിന്റെ ഒരു സൈഡ് മൊത്തം തകർന്ന നിലയിലായിരുന്നു. ആ ലേഡിയാണെങ്കിൽ പതിയെ ആനിയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ഇതേ സമയം തന്നെ റെമോണയുടെ നിഴലിനെ ആ ലേഡി പിടിച്ചു വെച്ചിരിക്കുകയാണ്. അത് കാരണം അവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതെല്ലാം കണ്ട് ആകെ പേടിച്ചിരിക്കുകയായിരുന്നു ടൈലർ. മോളെന്തിനാ പേടിക്കുന്നത്? മോളെ ഞാൻ ഒന്നും ചെയ്യില്ല കേട്ടോ പറഞ്ഞുകൊണ്ട് പതിയെ ആനിയുടെ അടുത്തേക്ക് വന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നു. ടൈലർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലേഡി ആനിയുമായിട്ട് മാഞ്ഞു പോകുന്നു. അപ്പോഴേക്കും റെമോണയും ഫ്രീ ആയി. ആനിയുടെ കയ്യിൽ ഒരു ടോർച്ച് ലൈറ്റ് ഉണ്ടായിരുന്നില്ലേ, അവർ നോക്കുമ്പോൾ താഴത്തെ റൂമിൽ നിന്ന് വെട്ട വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ആനിയെ കൊണ്ടുപോയിരിക്കുന്നത് അങ്ങോട്ടാണ്. അപ്പൊ തന്നെ 2 പേരും വേഗം താഴേക്ക് പോകുന്നു. നീ ഇവിടെ നിന്നാ മതി, ഞാൻ പോയി നോക്കാം. ടൈലറിനെ പുറത്ത് നിർത്തിയിട്ട് റെമോണ മാത്രം ഉള്ളിലേക്ക് കയറുന്നു. അതിനു മുന്നേ ടൈലർ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ലൈറ്റർ അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൾ ആ ലൈറ്റർ തെളിച്ചുകൊണ്ട് റൂമിനുള്ളിലേക്ക് കയറുന്നു. അവരുടെ ഹസ്ബൻഡിന്റെ മുറിയായിരുന്നു അത്. നേരത്തെ ടൈലർ തോക്കെടുത്ത ഒരു ലോക്കറില്ലേ, ആ ലോക്കർ ഇപ്പോൾ തുറന്നു കിടക്കുകയാണ്. അതിനുള്ളിലൂടെ ഒരു വലിയ വഴിയും. റെമോണ ലൈറ്ററും കത്തിച്ചുകൊണ്ട് അതിനുള്ളിലേക്ക് കയറുന്നു. തുരങ്കം പോലെയുള്ള ഒരു വഴിയായിരുന്നു അത്. ഈ വഴി എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. അങ്ങനെ നടന്ന് ആ വഴിയുടെ അറ്റത്തെത്തിയപ്പോഴോ അവിടെ മറ്റൊരു മുറിയായിരുന്നു ഉണ്ടായിരുന്നത്. ബെഡിലായിട്ട് റെമോണയുടെ മരിച്ചുപോയ ഹസ്ബൻഡ് കിടപ്പുണ്ട്. സിനിമയുടെ തുടക്കത്തില് റെമോണ തന്റെ ഹസ്ബൻഡിന്റെ ഒരു വീഡിയോ കണ്ടോണ്ടിരുന്നില്ലേ, അയാൾ കണ്ട ഒരു സ്വപ്നത്തെ പറ്റി പറയുന്ന വീഡിയോ, അതേ കാര്യം തന്നെ ഇപ്പോൾ ഇയാളും പറയാൻ തുടങ്ങുന്നു. നിന്റെ ആഗ്രഹം പോലെ ആ വീട് മുഴുവൻ ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. ഇതെല്ലാം കണ്ടും കേട്ടും റെമോണയ്ക്ക് കരച്ചിലടക്കാൻ പറ്റിയില്ല. അവൾ അയാളുടെ അടുത്തേക്ക് കിടന്ന് പൊട്ടിക്കരാൻ തുടങ്ങി. തന്റെ വാശി കാരണമാണല്ലോ തന്റെ ഹസ്ബൻഡ് മരിച്ചത്, അതുകൊണ്ട് തന്നെ അവൾക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റിയില്ല. എന്നാൽ അപ്പോഴാണ് അയാളുടെ കയ്യിലെ ടാറ്റു ശ്രദ്ധിക്കുന്നത്. അത് കണ്ടതും അവൾ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരുന്നു. ഈ കാണുന്നതൊന്നും സത്യമല്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവളെ പെട്ടെന്ന്
അപ്പോഴാണ് പോകാനായിട്ട് എണീറ്റതും അയാൾ പെട്ടെന്ന് അവളുടെ തലവഴി ഒരു തുണിയിട്ട് മൂടി അവളെ പിടിച്ചു വെക്കുന്നു. എന്നാൽ അടുത്ത സെക്കൻഡില് അവള് കണ്ണു തുറന്നതും അവൾ വീടിന് വെളിയിലായിരുന്നു. അതും ആ ലേഡി ഇരുന്നിരുന്നില്ലേ അതേ കസാരയില് അതേ ഡ്രസ്സും ധരിച്ചാണ് അവൾ ഇരിക്കുന്നതും. തുടക്കത്തില് ആ ലേഡി ആരാണെന്ന് അറിയാൻ വേണ്ടി റെമോണ വെളിയിലേക്ക് വന്നില്ലായിരുന്നോ? ആ സംഭവം തന്നെ വീണ്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഹലോ മാം, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ? ഞാൻ ഇവിടെ എങ്ങനെ വന്നത്? അത് ഞാനല്ലേ നിങ്ങളോട് ചോദിക്കേണ്ടത്? പേടിച്ചു പോയ റെമോണ പെട്ടെന്ന് തന്റെ മുഖത്തെ തുണി എടുത്ത് മാറ്റാൻ തുടങ്ങി. ഷോള് മുഴുവൻ മുഖത്തുനിന്ന് മാറ്റിയതും അവളിപ്പോൾ ഉള്ളത് മച്ചിന്റെ പുറത്തായിട്ടാണ്. നേരത്തെ ആ ലേഡി ആനിയോട് സംസാരിച്ചില്ലേ അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ ലേഡിക്ക് പകരം റെമോണയാണെന്ന് മാത്രം. മോള് പേടിക്കണ്ടാട്ടോ, അമ്മ മോളെ ഒന്നും ചെയ്യില്ല, മോളെ കൊണ്ടുപോകാൻ അമ്മ വന്നത്. അതും പറഞ്ഞു വന്ന് അവൾ ആനിയെ കെട്ടിപ്പിടിച്ചതും ഇപ്പോ റെമോണ നോക്കുമ്പോൾ അവരവരുടെ റൂമിലായിരുന്നു. കയ്യിൽ ആനിയുണ്ട്. അപ്പോ തന്നെ ടൈലർ വേഗം അങ്ങോട്ടേക്ക് വരുന്നു. എന്തായാലും ആനിക്കൊന്നും പറ്റിയില്ല, നീ വേഗം ആനിയും കൊണ്ട് താഴേക്ക് പോ, ഞാൻ വന്നോളാം. അതും പറഞ്ഞ് അവൾ രണ്ടുപേരും താഴേക്ക് വിടുന്നു. അവര് പോയതും റെമോണ തോക്കെടുത്ത് ആ മുറിയിൽ തന്നെ ഇരുട്ടുള്ള ഭാഗത്തേക്ക് ചൂണ്ടുന്നു. എല്ലാം ഇവിടെ അവസാനിക്കണം, ഇനി മേല തിരിച്ചു വന്നു പോകരുത്. അവളത് പറഞ്ഞതും ഇരുട്ടിൽ നിന്നും ആ ലേഡി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഞാൻ നിന്നെ സഹായിക്കുക മാത്രമാണ് ചെയ്തത്. ഇതുപോലൊരിക്കല് ഈ തോക്ക് നിന്റെ കയ്യിൽ വരാൻ നീ ആഗ്രഹിച്ചില്ലേ? ഇത്രയും നാളും നീ കാത്തിരുന്നത് അതിനു വേണ്ടിയല്ലേ? എന്നാൽ ആ ലേഡി എന്താണ് പറയുന്നതെന്നും അവർക്ക് മനസ്സിലായില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ നോക്ക്, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെടിവെക്കും. അതിനു വേണ്ടി തന്നെ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നീ അങ്ങനെ തന്നെ ചെയ്യും. ഞാൻ ഇവിടെ എന്തിനാ വന്നതെന്ന് ചോദിച്ചില്ലേ? ഞാൻ വന്നത് നിന്നെ സഹായിക്കാൻ വേണ്ടിയാണ്, അതും നീ എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നും രാവിലെ എഴുന്നേൽക്കാൻ നേരം എനിക്ക് ശക്തി തരണേ നമ്മൾ എന്ന് പ്രാർത്ഥിക്കാറില്ലേ? അതും ആ ലോക്കറിലേക്ക് നോക്കിയായിരുന്നു അവള് പറയുന്നത്. അതിന്റെ ഉള്ളിലല്ലേ തോക്കിയിരിക്കുന്നത്? തോക്കിലുള്ള ബുള്ളറ്റുകളെല്ലാം മാറ്റിയിട്ട് വെറും ഒരു ബുള്ളറ്റ് മാത്രമാണല്ലോ ലോഡ് ചെയ്ത് വെക്കുന്നതും. എന്തിനാണെന്ന് വെച്ചാൽ റെമോണയ്ക്ക് ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞില്ലേ? ജീവിതം തന്നെ മതിയാക്കി മരിക്കാനായിരുന്നു അവളുടെ തീരുമാനം. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീ ശക്തി തരാൻ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഒരിക്കലും അത് നിന്റെ കാല് ശരിയാകാൻ വേണ്ടിയല്ല, പകരം നിനക്ക് മരിക്കാനുള്ള ശക്തി തരാൻ വേണ്ടിയാ നീ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോ ഞാൻ വന്നിരിക്കുന്നത് അതിനു വേണ്ടി തന്നെയാ. ഞാൻ വേറെ ആരുമല്ല, നിന്റെ മനസ്സിന്റെ പാതി തന്നെയാണ് ഞാനും. ആ ലേഡി എങ്ങനെ പറഞ്ഞതും റെമോണ ആകെ ടെൻഷനിലായി. എനിക്ക് കുട്ടികളുള്ളതാ, അവരെനിക്ക് വളർത്തണം. ആ സമയമെല്ലാം കഴിഞ്ഞു പോയി റെമോണ, ഇന്നാണ് ആ ദിവസം. അവരങ്ങനെ പറഞ്ഞതും റെമോണയുടെ മനസ്സും ഒരു നിമിഷം ചാഞ്ചാടുന്നു. അപ്പോ എന്റെ കുട്ടികളോ? അവരത് ചോദിച്ചതും ഭിത്തിയിലായിട്ട് ടൈലറിന്റെയും ആനിയുടെയും ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു. ആ ലേഡി തന്റെ കയ്യിലുള്ള ലൈറ്റർ വെച്ച് ഓരോ ഫോട്ടോയിലും കാണിച്ചതും ഇപ്പോഴുള്ള ഫോട്ടോകൾ മാറി ഭാവിയിലുള്ള അവരുടെ ഫോട്ടോകൾ എല്ലാവരും തെളിഞ്ഞു വരുന്നു. രണ്ടുപേരും വളർന്ന് വലുതായി നല്ല നിലയിൽ എത്തിയതായിട്ടായിരുന്നു അത്. നീ ഇല്ലെങ്കിലും നിന്റെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് തന്നെ വളർന്നോളും. ആ ഫോട്ടോകളെല്ലാം കണ്ടതും റെമോണയും ഒരു നിമിഷം സൈലന്റ് ആയി. അല്പനേരം മിണ്ടാതിരുന്ന് അവൾ എന്തൊക്കെയോ ആലോചിക്കുന്നു. അവസാനമായിട്ട് എനിക്ക് അവരോട് ഗുഡ് ബൈ പറയണം. അതും പറഞ്ഞ് അവൾ വേഗം തന്നെ താഴേക്ക് ഇറങ്ങി വരുന്നു. ശേഷം ഒരു ടോർച്ച് ലൈറ്റ് ടൈലറിന്റെ കൈ കൊടുത്ത ശേഷം രണ്ടുപേരെയും കൊണ്ട് അവൾ വീടിന് വെളിയിലേക്ക് ഇറങ്ങി. അടുത്തൊരു ഫാം ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത്? ആനിയും കൊണ്ട് വേഗം അങ്ങോട്ടേക്ക് പോകാൻ നോക്ക്. അപ്പൊ അമ്മ ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ? എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം ചെയ്യാനുണ്ട്, അതിനുശേഷം ഞാൻ വരാം, നിങ്ങൾ സേഫ് ആയിട്ട് പോ. അത് കേട്ടത് ആനി തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പാവ എടുത്ത് റെമോണയുടെ കയ്യിൽ കൊടുക്കുന്നു. അമ്മ ഒറ്റയ്ക്ക് നിൽക്കണ്ട, തിരികെ വരുമ്പോ ഈ പാവയും കൊണ്ട് വന്നാ മതി. അതും പറഞ്ഞ് പാവയും കൊടുത്ത ശേഷം അവൾ ടൈലറിന്റെ കൂടെ നടന്നു പോകുന്നു. അങ്ങനെ രണ്ടുപേരും പോയതും റെമോണ തിരികെ വീടിന്റെ ഉള്ളിലേക്ക് വരുന്നു. ശേഷം ആ ലേഡി ഇരുന്നിരുന്ന ചെയറിലെ അതിലേക്ക് വന്നിരിക്കുന്നു. അവളുടെ തൊട്ട് സൈഡിൽ തന്നെ ആ ലേഡി നിൽപ്പുണ്ട്. അവര് വന്ന് ആ തോക്ക് മേടിച്ച് റെമോണയുടെ തലയ്ക്ക് നേരെ ചൂണ്ടിക്കൊടുക്കുന്നു. അവളാണെങ്കിൽ മരിക്കാൻ പോകുന്ന കാര്യം ആലോചിച്ച് പേടിച്ച് വിറച്ചിരിക്കുവാണ്. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, എല്ലാം നല്ലതിനു വേണ്ടിയാ. ജീവിതകാലം മുഴുവനും ഇതുപോലെ കുറ്റബോധം പേർ ജീവിക്കാൻ പറ്റുമോ? അത്രയും പറഞ്ഞ് റെമോണയെ കൊണ്ട് അവരെ ട്രിഗർ അമർത്താനായിട്ട് പോയതും അപ്പോഴാണ് ആനി കൊടുത്ത പാവ തറയിൽ കിടക്കുന്നവൾ ശ്രദ്ധിക്കുന്നത്. അത് കണ്ട് ആ പേടിയിലും അവളൊന്ന് പുഞ്ചിരിക്കുന്നു. എന്തോ ഒരു ധൈര്യം കിട്ടിയതുപോലെ. പിന്നീട് കാണിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങി വരുന്ന റെമോണയാണ്. അവൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. റെമോണ നോക്കുമ്പോൾ ടൈലറും ആനിയും അവളുടെ അടുത്തേക്ക് ഓടി വരുന്നു. അമ്മയെ തനിച്ചാക്കി പോകാൻ രണ്ടുപേർക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ടാണ് തിരികെ വന്നതും. അമ്മ ഇനി ഒരിക്കലും നിങ്ങളെ വിട്ട് എവിടെയും പോയില്ല. പിന്നെ അമ്മയുടെ ഉള്ളിലെ പേടി മുഴുവൻ അമ്മ ഇല്ലാതാക്കി. അപ്പോ ആ ലേഡി ഇനി തിരിച്ചു വന്നാലോ? എന്തായാലും ഇന്ന് അവർ തിരികെ വരില്ല. ഇനി അവൾ വരികയാണെങ്കിൽ നമുക്ക് ഇനിയും പോരാടാം. അതും പറഞ്ഞ് 3 പേര് വീടിനുള്ളിലേക്ക് വന്നതും കറണ്ട് വന്നതും ഒരുമിച്ചായിരുന്നു. അതിന്റെ കൂടെ തന്നെ അതുവരെ കാണാതായ അവരുടെ പട്ടിയും തിരികെ വരുന്നുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം മാറി 3 പേരും ഹാപ്പി ആയിട്ട് വീടിനുള്ളിലേക്ക് കയറുന്നു. ആ ലേഡി ഇല്ലേ, ശരിക്കും പറഞ്ഞാൽ അത് റെമോണയുടെ മനസ്സിന്റെ ഒരു ഭാഗമാണ്. അതിനെതിരെ പോരാടി നിന്നാണ് ജീവിക്കണമെന്നുള്ള തീരുമാനം അവൾ ഇപ്പോൾ എടുത്തതും. ആനിയെ ആ ലേഡി ഉപദ്രവിക്കുന്നതായിട്ടൊക്കെ കാണിച്ചില്ലേ, അതൊക്കെ റെമോണയുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകളാണ്. ആനിയെ അങ്ങനൊക്കെ ചെയ്യുന്നതായിട്ട് റെമോണ തന്നെ അവളുടെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളായിരുന്നു. അന്ന് ആ അപകടത്തിന് ശേഷം ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടിയായിരുന്നു അവൾ ജീവിച്ചു പോയിരുന്നത്. എപ്പോഴും മരിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രം. അതിനുവേണ്ടിയാണ് ദിവസേന എഴുന്നേൽക്കുമ്പോൾ മരിക്കാനുള്ള ശക്തി തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതും. ജീവിക്കാനും കുട്ടികളെ വളർത്തി വലുതാക്കാനും ഒരു മനസ്സുമൊക്കെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ തന്റെ മനസ്സിനോട് തന്നെ പോരാടി അവൾ ഇപ്പോൾ ജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മരണത്തിന് പകരം ജീവിതം തെരഞ്ഞെടുത്തു. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം മാറിയ റെമോണയുടെ ഫാമിലിയും കാണിച്ചുകൊണ്ട് ഈ മൂവിയുടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി.